എല്ലാ കൂട്ടുകാർക്കും അലീസ് വേയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളി പാൽ കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ജ്യൂസി ആയിട്ടുള്ള പാൽ കേക്കല്ലേ കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ജ്യൂസി ആയിട്ടുള്ള അല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള പാൽ കേക്കാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിലോട്ടൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി നമുക്കിതിലോട്ടൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഫോർക്കോ സ്പൂണോ ഉള്ളെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായത് 1 കപ്പ് ആട്ടപ്പൊടിയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കൂലേ, അതേപോലെ കുഴച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല കട്ടിക്ക് പരത്തി എടുക്കരുത്, തിക്ക് കുറച്ച് വേണം എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തേൻമിഠായി ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആട്ടോ ഈ പാൽ കേക്കിന്. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ പാൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു 1 വീക്കോളം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ഈ ഒരു തിക്കിലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം എന്നല്ല. ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എല്ലാം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ പാനിലൊരു ഓയിൽ ഒഴിച്ചിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചേക്കുന്നത്. ആരും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ വേഗം ഇത് കരിഞ്ഞു പിടിക്കും. അതിന് മോൾ ഭാഗം മാത്രം കളർ മാറിയിട്ട് അകം വേവാതെ വരും. അപ്പോൾ എപ്പോഴും സൂക്ഷിക്കുക, മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് വേഗം പൊങ്ങി വരും. അപ്പോൾ ഇത് നന്നായിട്ടായി വന്നിട്ടുണ്ട്. കണ്ണിൻ്റെ കളർ കണ്ട് ഈ ഒരു കളറായിട്ടാവുമ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനാവശ്യമായ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. ആദ്യം ഒരു പാന് ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് 1 സ്ട്രിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നോളം വരെ നമ്മൾ ചെയ്തെടുത്താൽ മതി. ഇതെന്ന് പറയുമ്പം നൂൽപ്പരുവില്ല, അതാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പാൽ കേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ആകുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത് 2 സെക്കൻഡുള്ളിൽ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരും കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതിൽ ഓൾന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരടുത്ത വീഡിയോ ആയിട്ട് വരാം.